ഒരു തുണ്ട് ഭൂമി പോലും ഒന്നിനു വേണ്ടിയും വിട്ടു നൽകാനാകില്ല എന്നാണ് ഷാഹി ഈദ്ഗാ മസ്ജിദ് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത്. ഝാൻസി റാണിയുടെ പ്രതിമ അവിടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണ്. രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി തന്നെ അത് ഉടലെടുത്തിരിക്കുന്നത്. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഷാഹി ഈദ്ഗാ പാർക്കിൽ ഝാൻസി റാണിയുടെ പ്രതിമ ഉയർന്നു. ഷാഹി ഈദ്ഗാ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി തള്ളിയാണ് കോടതി പ്രതിമ സ്ഥാപിക്കാൻ അനുമതി നൽകിയത്. പ്രതിമ സ്ഥാപിക്കുന്നതിനെതിരെ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് പാർക്കിലേക്കുള്ള റോഡ് എല്ലാ ഭാഗത്തു നിന്നും ബാരിക്കേഡ് ഉപയോഗിച്ച് വാഹനങ്ങളും പുറത്തുനിന്നുള്ളവരും പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തു. ഇതേ തുടർന്ന് വലിയ പ്രക്ഷോഭമാണ് നടക്കുന്നത്. ഷാഹി ഈദ്ഗാ പാർക്കിൽ ഝാൻസി റാണിയുടെ പ്രതിമ സ്ഥാപിക്കാൻ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് അനുമതി നൽകിയ സിംഗിൾ ജഡ്ജിയുടെ തീരുമാനത്തെ എതിർത്താണ് മസ്ജിദ് കമ്മിറ്റി ഹർജി നൽകിയിരുന്നത്. ഡൽഹി പോലീസിന്റെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും കനത്ത സുരക്ഷാ ഇടയിലാണ് പ്രതിമ ജന്ദേവാൽ റൗണ്ട് എബൌട്ടിൽ നിന്ന് സദർ ബസാറിലെ ഈദ്ഗാ പാർക്കിൽ എത്തിച്ചത്. ക്രെയിൻ ഉപയോഗിച്ചാണ് പ്രതിമ ഉയർത്തി പാർക്കിൽ സ്ഥാപിച്ചത്. അതിനു മുന്നോടിയായി കഴിഞ്ഞ ഒരാഴ്ചയായി നിലം നികത്തി പ്ലാറ്റ്ഫോം തയ്യാറാക്കി മണ്ണിൽ തൂണുകൾ കുഴിച്ചിട്ടിരുന്നു. ഒരു കൈയിൽ വാളുമായി കുതിരപ്പുറത്ത് നിൽക്കുന്ന റാണി ലക്ഷ്മിബായിയുടെ പ്രതിമ നിലവിൽ മുഗൾ കാലഘട്ടത്തിലെ മസ്ജിദിൽ നിന്ന് 500 മീറ്ററിൽ താഴെയുള്ള ജന്ദേവാൽ റൗണ്ട് എബൌട്ടിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. മസ്ജിദിനോട് ചേർന്ന് ഒരൊറ്റ അതിർത്തി ഭിത്തി പങ്കിടുന്ന ഒരു തുണ്ട് ഭൂമിയിലേക്കാണ് ഇത് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതിമ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനാണ്. പ്രതിമ സ്ഥാപിക്കുന്നതിനായി ഭൂമിയുടെ ത്രികോണ ആകൃതിയിലുള്ള ഒരു ഭാഗം ഡൽഹി വികസന അതോറിറ്റിക്ക് അനുവദിച്ചിട്ടുണ്ട്. ഷാഹി ഈദ്ഗാ പാർക്ക് ഭൂമി തങ്ങളുടേതാണ് എന്നതായിരുന്നു മസ്ജിദ് കമ്മിറ്റിയുടെ അവകാശവാദം. എന്നാൽ ഈ വാദവും കോടതി തള്ളി. ഭൂമിയുടെ അവകാശം ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിക്കാണ് എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. കേസിൽ വാദം കേൾക്കുന്നതിനിടെ തർക്കത്തിന് വർഗീയ നിറം നൽകുന്നതിന് മസ്ജിദ് കമ്മിറ്റിയെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായ മനോഹർ സിംഗ്, ജസ്റ്റിസ് തുഷാർ റാവു ഗെഡ്ല എന്നിവരടങ്ങുന്ന ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു. ഇതോടൊപ്പം ഈദ്ഗാ മസ്ജിദ് കമ്മിറ്റിയെ കൊണ്ട് മാപ്പും പറയിപ്പിച്ചിരുന്നു. മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ദേശീയ നായികയുടെ പ്രതിമ ഈദ്ഗാ പാർക്കിൽ തന്നെ സ്ഥാപിക്കുമെന്നും കോടതി പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ 1857 ഇന്ത്യൻ കലാപത്തിലെ ഒരു നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ഝാൻസി റാണി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളാണ് അവർ. അങ്ങനെയാണ് അവരെ കണക്കാക്കപ്പെടുന്നത്. 1828 നവംബർ 19 വാരണാസി പട്ടണത്തിലാണ് റാണി ലക്ഷ്മിബായി ജനിച്ചത്. അവൾക്ക് മണികർണിക താംബെ എന്ന് പേരിട്ടു. മനു എന്ന് വിളിപ്പേര് നൽകി. അവളുടെ പിതാവായ മൊറാപ്പത്ത് താംബെ, അമ്മ ഭഗീരഥി സപ്രെ അവർ ആധുനിക മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരാണ്. 4 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു. അവളുടെ പിതാവ് ബിദർ ജില്ലയിലെ പോഷ്വ ഖാജി റാവു രണ്ടാമന്റെ കീഴിൽ യുദ്ധ കമാൻഡർ ആയിരുന്നു. റാണി ലക്ഷ്മിബായി വീട്ടിൽ തന്നെ പഠിച്ചു. എഴുതുവാനും വായിക്കുവാനും പ്രാപ്തയായിരുന്നു. കുട്ടിക്കാലത്ത് തന്റെ പ്രായമുള്ള മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്വതന്ത്രയായിരുന്നു അവൾ. അവളുടെ പഠനങ്ങളിൽ ഷൂട്ടിംഗ്, കുതിരസവാരി, ഫെൻസിംഗ് എന്നിവ ഉൾപ്പെട്ടിരുന്നു. അത് അക്കാലത്തെ ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകളുടെ സാംസ്കാരിക പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിരുന്നു. 1858 ഝാൻസിയിലെ റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി ഗ്വാളിയറിനടുത്തേക്ക് കോട്ടാക്കി സെൻട്രായ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ബ്രിട്ടീഷ് കോളനിയൽ ഭരണാധികാരികളോട് പോരാടി മരിച്ചു. 1857 ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളായിരുന്നു അവർ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.